ഇന്ന് നമുക്കൊരു ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഇതെനിക്ക് ഉണ്ടാക്കാൻ വലുതായിട്ട് അറിയത്തില്ല. തനി മലയാളി ഉണ്ടാക്കിയാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. ഇന്നിപ്പം ഡയറ്റ് തുടങ്ങണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. എന്നേ വിചാരിച്ചാണ് കുറച്ചൊക്കെ ഫുഡ് കൺട്രോൾ ചെയ്യണമെന്ന്. പക്ഷേ എന്നെക്കൊണ്ട് നടക്കാത്ത ഒരു കാര്യമാണ് അത്. രാവിലെ തന്നെ എണീക്കുമ്പോഴത്തേക്കിന് എനിക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോഴാണ് ഒരു സമാധാനം വരിക. അപ്പോൾ ചിയാ സീഡൊക്കെ മേടിച്ച് ഞാൻ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഇതുവരെ കുടിച്ചിട്ടില്ലെന്നല്ല, 2 വട്ടമൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്കിന് മടിയായി. അങ്ങനെ പിന്നെ ബാലൻസ് കളയണ്ടെന്ന് വിചാരിച്ച് അപ്പൂനെ കൊണ്ടാണ് അത് കുടിപ്പിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, അമ്മ കാണുവാണെങ്കിൽ ഈ കപ്പ് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അമ്മ ഇതെൻ്റെ കൊണ്ടു തന്നിട്ട് തന്നെ 1 വർഷത്തിൽ കൂടുതലായി. ഇതിനകത്ത് ചായ കുടിക്കുന്നത് കമ്പനിക്ക് നഷ്ടമായതുകൊണ്ട് തന്നെ ഞാനിത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം അതൊന്ന് പൊടി തട്ടി എടുത്തതാണ്. ഇപ്പോഴാണ് ഈ കപ്പിനെ കൊണ്ട് ഉപയോഗം വന്നത്. ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് മൾട്ടിഗ്രെയിൻ ഓട്സ് ആണ്. അതിനകത്തിലേക്ക് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കണം. ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കരുത്. കുതിർന്ന് വരുമ്പോഴത്തേക്കിന്ന് നല്ല രീതിയിൽ അങ്ങ് ക്വാണ്ടിറ്റി കൂടി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനകത്തോട്ട് പാലൊഴിക്കണം. പിന്നെ കുറച്ച് റോബസ്റ്റ പഴവും ഉണക്കമുന്തിരി ഇട്ടിട്ടുണ്ട്. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും എനിക്ക് ഇതിനകത്ത് ഇടാനില്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മളിതിനകത്ത് ഷുഗറൊന്നും ആഡ് ചെയ്യത്തില്ല. അതിന് പകരമായിട്ട് കുറച്ച് തേനോ വല്ലതും ഒഴിക്കാം. ആ വക സാധനങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഉള്ളതൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് ഇതുപോലെയൊന്നും ഉണ്ടാക്കുന്നതെന്ന് അറിയത്തൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കണ്ട ഒരു രീതി വെച്ചിട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിനകത്തിലേക്ക് ബാക്കിയുള്ള ഐറ്റംസും കൂടി ഇട്ടിട്ട് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ യോഗട്ടാണ് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. പീച്ച് ഫ്ലേവർ ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പുളിപ്പും മധുരമൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ചിയാ സീഡ് ഇട്ട് കൊടുക്കണം. ഇത് ഞാനിങ്ങനെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണോ എനിക്കിത് തിന്നണമെന്ന് തോന്നുന്നതെന്ന് അറിയത്തില്ല, കുടിക്കണമെന്ന് തോന്നുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 2 ദിവസമൊക്കെ ഞാൻ വലിയൊരു ജഗ്ഗിനകത്ത് ഇതൊക്കെ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ വെള്ളം മൊത്തം കുടിക്കണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഒന്നും നടന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും മടിപ്പായി. അങ്ങനെ തന്നെ നമ്മുടെ ഓട്സിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പാലും കൂടി ഇതിനകത്തോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചിതങ്ങ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. നാളെ രാവിലെ ഇത് കഴിക്കുന്ന വീഡിയോ ഞാൻ കാണിക്കാം. എന്താകുമെന്നതിനെപ്പറ്റി എനിക്കറിയില്ല. ഈ വക സാധനങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്തായാലും നാളെ കാണാം. അപ്പം ഞാനതെല്ലാം ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.